ഇതൊരു മഹാ അപരാധം പോലെയാണ് ചില ആളുകൾ ചിത്രീകരിക്കുന്നത്. ഇപ്പൊ ശബരിനാഥൻ MLA ആയിരുന്ന ആളാണ്. പക്ഷെ ഈ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം കൂടി നിന്നു കൊടുക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു കാര്യം. പിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഈ പ്രചരണം കോൺഗ്രസും കൂടെ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ ജനകീയത കണ്ടാണോ ഇവർ പേടിക്കുന്നതെന്ന് എനിക്കറിഞ്ഞു. ഇപ്പോ ഇരിക്കുന്ന ഓഫീസാണ് വിവാദ വിഷയം. ഓഫീസിലാണ് ഇരിക്കുന്നത്. വിവാദമില്ല, 7 കൊല്ലോട്ടില്ലാത്ത വിവാദം ഇന്നലെ മുതൽ ആരംഭിച്ചു. അപ്പൊ ഇവിടെ ആളുകൾക്കൊക്കെ വരാൻ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. നിങ്ങളിപ്പോ കണ്ടു, ഇത് ഇങ്ങനത്തെ രൂപത്തിലായിരുന്നില്ല. ഈ കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് ഞാനായിരുന്നു മേയർ. ഇതിന്റെ കല്ലിട്ടതും ഉദ്ഘാടനം നിർവഹിച്ചതും ഒക്കെ മേയറുടെ കാലത്താണ്. അപ്പൊ ഇതിനോട് ചേർന്നുള്ള മുറിയിലാണ് കൗൺസിലർ ഇരിക്കുന്നത്. അപ്പൊ അവിടെ അതായിരുന്നു ഓഫീസ്. അപ്പോ ഞാൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച സന്ദർഭത്തിൽ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി വലിയ അന്വേഷണം നടത്തി. അങ്ങനെയാണ് ഓപ്പൺ ആയിരുന്ന ഈ സ്ഥലത്ത് ഈ ഒരു പാർട്ടീഷൻ ഞങ്ങൾ ചെയ്തതാണ്. പാർട്ടീഷൻ ചെയ്ത് MLA ഓഫീസ് ഇവിടെ വന്നു. അപ്പൊ ആളുകൾക്കും വലിയ ഹാപ്പി ആയിരുന്നു. കാരണം MLA ഹോസ്റ്റലിൽ പോകണ്ട, അവിടെ പോയി സെക്യൂരിറ്റിയുടെ മുമ്പേ നിൽക്കണ്ട, സ്റ്റെപ്പ് കയറി മോളിൽ വരണ്ട. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ച് ഒരു 12:30, 3:30, 4 മണി വരെ ഈ ഓഫീസിലിരുന്ന് മുഴുവൻ പേരെയും കണ്ടിട്ടാണ് എല്ലാ ദിവസവും പോകുന്നത്. രാത്രി 9-9:30 മണി വരെ ഈ ഓഫീസ് സജീവമായിട്ടുണ്ട്. MLA സാന്നിധ്യം ഇവിടെയുണ്ട്. ഞങ്ങൾ വിവിധ മീറ്റിങ്ങുകളിവിടെ ചേരുന്നുണ്ട്. അപ്പൊ അപ്പോഴൊന്നും ഒരു അസ്വസ്ഥതയും ആർക്കുമില്ല. ഇപ്പോഴാണ് അസ്വസ്ഥത വരുന്നത്. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലർ ആവശ്യപ്പെടുന്നു. ഞാനപ്പോ തന്നെ ഞങ്ങൾക്ക് കരാറുള്ളതാണ്. MLA ടൈം കഴിയുന്നത് വരെ ഇവിടെ തുടരാനുള്ള കൗൺസിൽ ഡിസിഷൻ ഉണ്ട്. വാടക ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. കുടിശ്ശിക വരുത്തിയിട്ടില്ല. ന്യായമായി അത് ഒഴിയാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയിച്ചു. ഇതാണ് വിവാദമായത്. ഇപ്പൊ കാണുന്നത് എന്താ? MLA വലിയ തുക എഴുതി വാങ്ങിയിട്ട് തുച്ഛമായ തുക വാടക കൊടുക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലൊക്കെ നോക്കുമ്പോൾ വലിയ വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ വരികയാണ്. യഥാർത്ഥത്തിൽ MLA-മാർക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? ഞാൻ MLA ആയിട്ട് കഴിഞ്ഞ 7 വർഷമായെന്ന് പറഞ്ഞല്ലോ. 50,000 രൂപയാണ് നമുക്ക് വേതനമായി ലഭിക്കുന്നത്. പുറമെ ഒരു 20,000 രൂപ കൂടി TA ഇനത്തിൽ കൂടി നമുക്ക് കിട്ടും. ഇതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ വാടക എന്ന് പറയുന്ന ഒരു ഭാഗമേ ഇല്ല. കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ്, ടെലിഫോൺ അലവൻസ്, ഇൻഫർമേഷൻ അലവൻസ്, സാനിറ്ററി അലവൻസ്, ഈ ഇനത്തിലാണ് 50,000 രൂപ. അതിൽ ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വീട് വാങ്ങി. അതിനുവേണ്ടി എടുത്ത ലോണിന്റെ തുക പിടിച്ചിട്ട് 30,000 രൂപയാണ് എന്റെ കൈവശം കിട്ടുന്നത്. ഇത്രയും പറയേണ്ടി വന്നത് ഈ വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ്. ഇപ്പൊ ശബരിനാഥൻ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എത്ര രൂപയാണ് നമുക്ക് MLA അലവൻസ് ആയി കിട്ടുന്നതെന്നും ഒക്കെ അറിയാം. പക്ഷെ ഈ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം കൂടി നിന്നു കൊടുക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു കാര്യമാണ്. സംഘടിതമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അതെ, സംഘടിതമായിട്ട് ഇപ്പോ BJP-യുടെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഈ പ്രചരണം കോൺഗ്രസും കൂടെ ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പോ സത്യം മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നുമില്ല. 25,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു വിവരാവകാശത വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിയമസഭയിൽ നിന്ന് വിവരം കിട്ടും. ഞാനിവിടെ കടിച്ചതൊന്നും ഇരിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താ, ഞങ്ങള് നഗരസഭ അനുവദിച്ചത് പ്രകാരം കാലാവധിയുണ്ട്. ആ കാലാവധി വരെ ഇരിക്കാനുള്ള നിയമാനുസൃതമായിട്ടുള്ള അവകാശം എനിക്കുണ്ട്. ജനങ്ങൾക്കെല്ലാം ഇത് സൗകര്യമാണ്. ആരും ഇതൊരു പരാതി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 7 വർഷം കൊണ്ട് BJP-യുടെ കൗൺസിലർ ആ മുറി ഉപയോഗിക്കുകയാണ്. അദ്ദേഹവും പരാതി പറഞ്ഞിട്ടില്ല. ജനാധിപത്യപരമായി MLA നിയമപരമായി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും മാറ്റിയാലേ ഞങ്ങൾക്ക് സൗകര്യം വരൂ എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പൊ ഈ കണ്ട ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയത് ഞങ്ങളാണ്, നഗരസഭ ഒരുക്കിയ സജ്ജീകരണങ്ങളല്ല. ഇതും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഓഫീസാണ്. പക്ഷെ ഞങ്ങൾ കണ്ടത് എന്താ, ഈ വട്ടിയൂർക്കാവിലെ 26 കോർപ്പറേഷൻ വാർഡ് പ്രദേശത്താണ് മണ്ഡലം നിൽക്കുന്നത്. അവിടെ ഉള്ള എല്ലാ ആളുകൾക്കും ഇവിടെ വരാൻ സൗകര്യം. കാരണം ഇവിടെ വാഹന ഗതാഗതമുണ്ട്. ഒരു 2 വീലർ ഓട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങോട്ട് കയറാം. വികലാംഗർക്ക് വരാം, വയസ്സായവർക്ക് വരാം. അങ്ങനെ വളരെ അസസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ എടുത്തു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ജനകീയത കണ്ടാണോ ഇവർ പേടിക്കുന്നതെന്ന് എനിക്കറിഞ്ഞു. ചിലപ്പോ അതായിരിക്കും ഞങ്ങള് പാഠം പഠിക്കട്ടെ, അങ്ങനെ MLA ഈസി ആയിട്ട് കാണണ്ട എന്നുള്ള മനോഭാവമായിരിക്കും ഇവരുള്ളത്. ഇവരൊക്കെ MLA ആയിരിക്കുമ്പോ ഇടപെട്ടത് എങ്ങനെയാണെന്ന രീതിക്ക് സംശയം തോന്നുകയാണ്. അല്ല, ജനങ്ങൾക്ക് പെട്ടെന്ന് എത്താന്നുള്ളത് തന്നെയാണ് ഒരു MLA-നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മേയർ ബ്രോന്ന് MLA ബ്രോന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് അതെ. മനുഷ്യൻ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു, ഇവിടെ പാവപ്പെട്ട മനുഷ്യരാണ് വരുന്നത്. അവരുടെ കാര്യം വന്നിരുന്ന് പറയുന്നു, ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. ഇവിടെ നിന്ന് MLA ഓഫീസ് എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയാണ്. പഞ്ചായത്ത് മേഖലയിൽ നിന്നുള്ള കാര്യങ്ങളിൽ ഇടപെടുകയാണ്. അപ്പൊ ഇതിൽ ചില ആളുകൾക്ക് അസ്വസ്ഥതയുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോ ബോധ്യപ്പെടുന്നത്.